ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സത്യസ്വരൂപൻ ചിരിച്ചരളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക് യുദ്ധത്തിന്, കാലം കളയരുതേത് പിന്നീടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ ഞാൻ ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. അർക്കാത്മജൻ അത് കേട്ടു നടന്നു കിഷ്കിന്ധയാമ്പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി. യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ വൃത്തിയിടുകവും മറിഞ്ഞു നിന്നിടിനാൻ. മിത്രഭാവേന രാമാദികള നേരം വ്യതരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായി വന്നു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം ഒരു നേരം മിത്രാഞ്ജനേതു പുത്രാരിപുത്രനേതിത്വം തിരിച്ചറിയാവുന്നല്ലൊരുത്തനും മിത്രവിനാശങ്കയാരാഘവൻ ഹസ്തപ്രയോഗവും ചെയ്തിരുന്നേരം പുത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ച് ഭീജനായി ഓടിനാൻ മിത്രനെ സകരമാത്തനായി പുത്രാരി പുത്രനും ആലയം പൊക്കിത്. അടുത്തത് ബാലിവധം. പുത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്ന് കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാഥം രവിസുതൻ വ്യതിരോഷം വിളിക്കുന്ന നാഥം തഥാസുദ്വാദി. വിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സദ്വരം ബദ്ധവൈര്യം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തൃരാഗ്രേ ചെന്നു ബദ്ധാസ്നേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും ശങ്കാവിഹീനം. പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കത് കേൾക്ക. നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമായ ഉള്ള ഒരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൾ ബാലേ ബലാലൊരു ശങ്കയുണ്ടാകില്ല. കൈയഴിച്ച് നീ വൈകരുത് ഏതുമേ നീ ഒരു കാര്യം ഹരിക്കണമോവനെ. ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോട് വൈദ്യത്തിനാർക്കുമേ ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനും അറിയ നീ ശതുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചത് ചൊല്ലു നീ. വൈദ്യയെ കൊന്ന് വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. ആരെയും ചെന്നാളത് കേട്ടവനോട് വീരശിഖാമണയെ കേട്ടാലും കാനനത്തിങ്ങനായാട്ടിന് പോയത് താനേ മമ സുഹൃത്തൻ അങ്കദൻ അന്നേരം കേട്ടൊരു ഉദന്തവനോട് ചെന്നാനത് കേട്ടിട്ട് ശേഷം യഥോചിതം പോലെ നീ ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടനന്ദനൻ ലക്ഷ്മണനാകുമനുജനോടൊന്നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനനെ. സന്യാസനായി തപസ് ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമുഖാചലേ വന്നിത് മിത്രാത്മജനെയും തത്ര കണ്ടിനാൻ. മിത്രമായി പാഴുന്ന അന്യോന്യമൊന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നിസാക്ഷിയായി യുദ്ധശാന്തിക്കങ്ങിരുവരുമായുടൻ പുത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ. മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തത് രാഘവൻ സത്വരം അർക്കതനേനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തു വന്നിപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഹിരാമൻ നീ ശരണമായി വേഗേന വാഹിമഹാമംഗതൻ രാജ്യം കുഴഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കറിഞ്ഞ കാലം പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം ഉണർന്നു അനുരാഗഭാവേന പറഞ്ഞത് ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി ഏതുമേ നാസ്തി ഭയം മമ വല്ലഭേ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്ന് നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ. താൻ അവതരിച്ചു ഭൂമി ഭാര ഹരണാർത്ഥമെന്നു കേൾക്കൊണ്ട് ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മാ രാമനീശ്വരൻ. തച്ചരാമുജേ വീണ് നമസ്കരിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങി പോരുവൻ നിർവഹിച്ചിടുവൻ.
നിർഗമിച്ചിടനാനുതായ സതുരന്ന് ഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കുത താരയും സ്മരണങ്ങളും വാർത്താരൂഢ താപമകന്നു കീടിനാൻ അകത്തു പൊക്കീടിനാൾ പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞോരു നേരന്തത മുഷ്ടികൾ കൊണ്ട് അടിച്ചത് ബാലിയെ തുഷ്ടനാ ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചു മങ്ങൂറ്റത്ത് വീണും ഉരുണ്ടുമുൾ തീറ്റം കലർന്ന നക്കം കൊണ്ട് മാന്തിയും ചാടിപ്പതിക്കുകയും കുടപ്പതിക്കുകയും മാടിത്തെറിക്കുകയും കുടക്കൊടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കുകയും മാടി വിളിക്കുകയും കോപിച്ചെടുക്കുകയും ഉടേ വിയർക്കുകയും നാഴികൾ ചേർക്കുകയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടിൽ ദൃഷ്ടി കുളുക്കുകയും വാഴ്ത്തി സ്തുതിക്കുകയും കാലനും കാലകാലം ദാനമുള്ള ഓർമാലി സുഗ്രീവൻ യുദ്ധത്തിന് ദൃഢം രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാത്തുകൊണ്ട് അടിപ്പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുകൊണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലെന്നുണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചത് അർത്ഥതനേന് വിഗ്രഹം സാധവും ഏറ്റം കലർന്ന സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയ അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനെ ഏറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥാന്തനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശുമാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാർ അയച്ചരുളിയിടിനാൻ ചെന്നത് ബാലിതന്മാറിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും ഭൂമിയും ഒന്ന് കുറച്ചു തന്നേതത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു വരൽസുതൻ മോഹം കലർന്നു വൃത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രെ യഹൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യപാണിയും ശാപവും ചീരവസനവും ഭൂമീരവും സ്മേരവദനവും ചാരുജടാമവിടവും പൂണ്ടിടംപെട്ടമാരടത്തെങ്കിൽ വനമാലയും പൂണ്ട് ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാതള ചെവി കൊണ്ട് ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെ മഞ്ഞസ കണ്ട് ഗ്രഹിച്ച് പറഞ്ഞതുപോലെയുണ്ടായ ഖേദകോപാകുല ചേതസ എന്ത് ഞാനൊന്ന് നിന്നോട് പിഴച്ചത് എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വിടിഞ്ഞതിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പരിധി ജയിക്കണം ഇവനും എന്തോന്നും സുഗ്രീവനാൽ കൃതമായതും എന്തോന്നു എന്തു മറ്റെന്നാൽ കൃതമല്ലേ അഞ്ഞതും രക്ഷോവരന്തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ നാഗ്രഹോ വിക്രമം മാമകം കേട്ടറിയുന്നേ ആരറിയാത്ത മൂന്ന് ലോകത്തെങ്കിലും വീരനാമനുടെ ബാഹുരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശംഖാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴി കൊണ്ട് നിന്നന്തിയെ വെച്ചു തൊഴുതേനും ആദരാൽ ധർമ്മിഷ്ഠനെന്ന് ഭവാനെ ലോകത്തെങ്കിൽ നമ്മന്മാർ പറയുന്നു രഘുപതേ ധർമ്മം എന്തോന്ന് ലഭിച്ചതുകൊണ്ട് മൂലം ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്ന് പറയുന്നു വാനരവംശം ഭക്ഷ്യമത്രേകത മാനസേ തോന്നിയതെന്തിത് പൂപതേ യുദ്ധം ബഹുഭാഷണം ചെയ്ത ഭാര്യയോടുത്തരമായ അരുൾ ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നത് നിളഞ്ഞാൻ ഭാവിയായോരസംപുഷ്ടനാ നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയാഞ്ഞിരുമടോ പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാഭാവി താപം അവർക്കതിനാലേ വരുമല്ലോ വരിയാതെ നീക്കി നടക്കുന്നോളെ ശൗര്യമേറുന്ന വന്മാർ വിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതരെ നമ്മളാത്മാ നീ നിരൂപിക്ക മനസ്സേ രോഗവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ
നടക്കും എല്ലാളും ഏറെ പറഞ്ഞു പോകായി അവരോട് അവരോടതും പാപത്തിനായി വരും പാപികൾ ഏറ്റവും ചെയ്ത് തൊക്കവേ കേട്ടാശ ചിത്ത വിശുദ്ധി ഭവിച്ചു ഇന്ദ്രനും രാമനെ നാരായണനെന്ന് അറിഞ്ഞുടൻ താമസ്വഭാവം അകന്നു സ്വസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ യുദ്ധം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ രാമ മഹാഭാഗരാഘവ ശ്രീനാരായണൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതല്ല അന്തവ മനസ്സേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടുകണ്ട ഭാവകമായ ശരമേറ്റ് ദേഹവും ഉപേക്ഷിപ്പതിന് യോഗം വന്നത് ആഹന്ത ഭാഗ്യമെന്തോ ചലാവതം സാക്ഷാത് മഹായോഗിനാമപി ദുർലഭം മോക്ഷപദന്തവദർശനം ശ്രീമതേ നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സ്വന്തം ഉൾക്കൊണ്ട് ചെല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകിൽ എന്നുമേ സാക്ഷാൽ പുരസ്തനായ ഭഗവാനെ കണ്ടൻപോട് നിന്നോട് സഹായകം കൊണ്ട് മരിപ്പാൻ അവകാശം കാലം ഉണ്ടായത് എന്നോട് ഭാഗ്യാതിരേകമെന്നുണ്ടോ പലർക്കും ലഭിക്കുന്നത് നാരായണൻ നിന്തിരുവടി ഞാൻ ഇതാക്കി മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തി യഥാത്മജനായി ജനിച്ചു ഭഗവാൻ പത്മജൻ മുന്നവർത്തിക്ക് ആനന്ദതും പത്മവിലോചന ഞാൻ നിങ്ങളുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിട്ട് തന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോടും തുല്യ ബലനാകുമാങ്കതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കധനേനും അംഗതപാലനും ഒക്കെ എനിക്കുന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു കൈകൊണ്ടടിയനെ അൻപോടുമല്ല തലോടുകയും വേണം എന്നത് കേട്ടൊരു കൂത്തമൻ ബാണവും ചെന്ന് പറിച്ചു തന്നോടി ഞാൻ മെല്ലവേ മാനവീരൻ മുഖാമുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു മാലിയും യോഗീന്ദ്രവൃന്ദ മുതുരാഭമായുള്ള ഒരു ലോകം അവൽപദം ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ